പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ആമേൻ നവംബർ മാസം 14 ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗ്ഗ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എത്ര ശ്രേഷ്ഠകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തിയത്. കൈ ഉയർത്തിയിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അതെ അപ്പ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കൈകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ ആമേൻ, ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് മഹത്വം കരയറ്റാം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിനും കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. ഇന്നലത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തതിനും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിന് ഒന്നുകൂടെ സ്തോത്രം പറയാം. എൻ്റെ ദൈവം നല്ലവനാണ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, എൻ്റെ കർത്താവ് മാറാത്തവനാണ്, എൻ്റെ കർത്താവിൻ്റെ ദയ വലുതാണ്. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നപ്പ, അങ്ങേക്ക് നന്ദി പറയുന്നപ്പ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു 139 സങ്കീർത്തനം 13 വാക്യം, കർത്താവല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ കർത്താവ് എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുക? കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ കർത്താവിനൊന്ന് സ്തോത്രം പറയാം. നമ്മളെ ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ച കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, വിശ്വസ്തതയെ ഓർത്ത് നമുക്കൊന്നുകൂടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. ഇന്നലെ രാത്രി മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ അങ്ങനെ വലിയ ഗ്ലോറി ഇന്ന് വെളിപ്പെടുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ വ്യാഴാഴ്ച പകൽക്കാലം ദൈവിക അത്ഭുതങ്ങൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. കർത്താവിൻ്റെ അസാധാരണ പ്രവൃത്തികൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില വിഷയങ്ങൾ മറുപടിയുടെ പകൽക്കാലമായി മാറട്ടെ. വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥനയുടെ മറുപടിയുടെ ദിവസമായി മാറട്ടെ. അനേകർക്ക് ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ പ്രത്യേക ഫേവർ അനുഭവിപ്പാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, രോഗികളായി ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവ് സൗഖ്യമാക്കണം. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾ കൈവച്ചാട്ടെ, രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങൾ കൈവച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കൈ വെച്ചിരിക്കുന്നത് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഒരിക്കലൂടെ കൽപ്പിക്കാം. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം വരട്ടെ. ഡിവൈൻ ഹെൽത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ. നല്ല ആരോഗ്യത്തിൽ തൻ്റെ മക്കൾ ജീവിക്കട്ടെ. പൂർണ്ണ ബലത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, മറ്റ് പ്രയാസങ്ങൾ, ഭാരങ്ങൾ എല്ലാത്തിന്മേലും ഈ വ്യാഴാഴ്ച പകൽക്കാലം അത്ഭുതം ചെയ്യുന്നു. ഇത് സ്വസ്ഥതയുടെ ഒരു പകൽക്കാലമായി തീരട്ടെ. സമാധാനത്തിൻ്റെ ദിവസമായി തീരട്ടെ. ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിച്ചാട്ടെ. പിതാവേ, നാളത്തെ സഭായോഗം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളത്തെ സഭായോഗം അത്ഭുതമായി തീരട്ടെ, മഹത്തരമായി തീരട്ടെ, ശ്രേഷ്ഠമായി തീരട്ടെ. ഒരു ഉണർവിന് നാളത്തെ സഭായോഗം കാരണമായി തീരട്ടെ. ദൈവകൃപ വ്യാപരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ എവിടെയൊക്കെ നാളെ സഭായോഗം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. തിരുനാമ മഹിമയ്ക്കായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയിൽ കർത്താവ് എല്ലാവരെയും സൂക്ഷിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ഈ ഇന്നത്തെ ദിവസം പ്രാർത്ഥനയുടെ ദിവസമാണ്, ഒരുക്കത്തിൻ്റെ ദിവസമാണ്. എല്ലാവരും നാളത്തെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവരും പങ്കെടുക്കണം. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു പ്രത്യേക ടോപ്പിക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുക. വിശ്വാസം എന്ന സബ്ജക്റ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നിശ്ചയമായിട്ടും എല്ലാവരും നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നിങ്ങൾ കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വന്ന് തന്നെ പങ്കെടുക്കണം. അതുപോലെ പ്രാർത്ഥിക്കണം. ഇന്നത്തെ പകൽക്കാലം ഈ രാത്രികാലം ഒക്കെ ശക്തമായിട്ട് മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയിൽ നിങ്ങളെ കർത്താവ് പൊതിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ടിപ്പാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ടിപ്പാണ്. അവിടെ പറയാം, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പം നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിളിച്ചത് നന്മ ചെയ്യുവാൻ വേണ്ടി, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അപ്പം നന്മ ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇന്നലെ നമ്മൾ മീറ്റിങ്ങിൽ ഓർപ്പിച്ചതുപോലെ ഒരു വൃക്ഷം അത് ഒരിക്കലും ആ വൃക്ഷത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ആ വൃക്ഷമല്ല കഴിക്കുന്നത്, മറ്റുള്ളവർക്കാണ് വൃക്ഷം അനുഗ്രഹമാകുന്നത്. ഇതുപോലെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഓരോ ദേശത്ത്, ഓരോ കുടുംബത്തിനകത്ത്, ഓരോ സ്ഥാപനങ്ങൾക്കകത്ത് നട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് മാത്രം ഫലം കായ്ച്ചു പ്രയോജനപ്പെടുവാൻ വേണ്ടിയല്ല, മറ്റുള്ളവർ കൂടെ നമ്മൾ അനുഗ്രഹമാകാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ നട്ടിരിക്കുന്നത്. ഒരു വൃക്ഷവും അതിൻ്റെ ഫലം സ്വയമേ ഭക്ഷിക്കാറില്ല. ഇതുപോലെ തന്നെ നമ്മളും മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ആയിരിക്കണം, നന്മ ചെയ്യണം. എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് തീരുമാനിക്കണം, ഇന്ന് ഞാൻ ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യും. ആമേൻ. അപ്പോൾ നന്മ ചെയ്യുവാനുള്ള അവസരം നമ്മൾ കണ്ടെത്തുക, ആ അവസരത്തെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. ഈവൻ ശത്രുക്കൾക്ക് പോലും നമ്മൾ നന്മ ചെയ്യണം. വേദപുസ്തകത്തിൽ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ നീ അവന് തിന്മാൻ കൊടുക്കണം. അങ്ങനെ നീ അവൻ്റെ തലയിൽ തീക്കുമ്പാരമിടുകയും യഹോവ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരും. അതുപോലെ കൂട്ടായ്മ കാണിക്കാൻ മറക്കരുത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നമുക്കാകുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ആമേൻ. ഒരു രോഗിയെ കാണാൻ പോകുന്നു, അവരോട് അല്പസമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഇതൊക്കെ ഒരു സാക്രിഫിഷ്യൽ മൈൻഡോടുകൂടി, ത്യാഗ മനോഭാവത്തോടു കൂടെ വേണം. കർത്താവ് പറയുന്നത് ഇത് യാഗത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമുക്ക് ചില കഷ്ടപ്പാടും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കാനും മറന്നു പോകരുത്. നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും മറന്നു പോകരുത്. മറ്റുള്ളവരെ സഹായിക്കുവാൻ, മറ്റുള്ളവർക്ക് ആവശ്യമായ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുവാൻ. അതിന് ചിലപ്പോൾ നമ്മുടെ റെസ്റ്റിംഗ് ടൈമിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം പുറത്തു പോകാൻ സമയത്തായിരിക്കാം ഒരാൾക്കൊരു ഉപകാരം ചെയ്യേണ്ടതായിട്ട് വന്നത്. അത് മടുത്തു പോകാതെ ചെയ്യാമെങ്കിൽ അത് തക്ക സമയത്ത് നമ്മൾ കൊയ്യുമെന്നാണ് പറഞ്ഞത്. ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ആമേൻ. മടുത്തു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമുക്കൊരു കൊയ്ത്തുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നന്മയ്ക്കും കൂട്ടായ്മയ്ക്കും ഒക്കെ പ്രതിഫലമുണ്ട്. അത് ചെയ്യുന്നത് പോലെ ഇതൊരു സീഡാണ്. സീഡിട്ട് കഴിഞ്ഞാൽ ആ സീഡിൻ്റെ വലുപ്പത്തിലല്ല ഹാർവെസ്റ്റ് വരുന്നത്, അതിലും അധികമായ ഹാർവെസ്റ്റാണ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ എത്രമാത്രം നന്മ ചെയ്യാമോ, എത്രമാത്രം കൂട്ടായ്മ കാണിക്കാമോ, ഡു ഇറ്റ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. ഇതൊരു നല്ല ഉപദേശമായിട്ട് നിങ്ങൾ സ്വീകരിച്ചാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങളിത് കേൾക്കുമ്പോൾ പറയും, ഇന്ന് ഞാൻ ആർക്കെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യും, കൂട്ടായ്മ കാണിക്കും, ദൈവസഭയോട് കൂട്ടായ്മ കാണിക്കും, കർത്താവിൻ്റെ ദാസന്മാരോട് കൂട്ടായ്മ കാണിക്കും, എന്നാലാകുന്ന സഹായങ്ങളൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ വിശാലമാകും, ഉയർച്ച പ്രാപിക്കും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് highly favored. God bless you. God bless you. God bless you.